ദീർഘായുസ് നൽകുമാറാവട്ടെ. ബംഗാളിലും ത്രിപുരയിലും ആസാമിലും മിസോറാമിലും അങ്ങനെ ഇപ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. യമനിലുള്ള നിമിഷപ്രിയക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഉസ്താദ് അവർകൾ എന്തുകൊണ്ട് അസാമിലൊന്നും ചെയ്യുന്നില്ല, എന്തുകൊണ്ട് യുപിയിൽ ചെയ്യുന്നില്ല? അവരോടൊക്കെ പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ വരൂ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പഞ്ചാബിലേക്ക് വരൂ, ഹരിയാനയിലേക്ക് വരൂ, അതേ പ്രകാരം ഉത്തർപ്രദേശിലേക്ക് വരൂ, അവിടെ നിന്ന് നിങ്ങൾ മധ്യപ്രദേശിലേക്കും ഗുജറാത്തിലേക്കും അതേപോലെ അരുണാചൽ പ്രദേശിലേക്കും ബംഗാളിലേക്കും ത്രിപുരയിലേക്കും അസാമിലേക്കും നിങ്ങൾ ആന്ധ്രാപ്രദേശിലേക്കും നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടകയിലും ഗോവയിലും വരൂ. ഞാൻ പറയുന്നു, ഉസ്താദ് അവരുടെ ജീവിക്കുന്നതിന്റെ ആയിരക്കണക്കിന് തെളിവുകൾ ആ ഗ്രാമങ്ങളിൽ ഇറക്കി ഓടിക്കപ്പെടേണ്ട മുസ്ലിമീങ്ങൾക്ക് അന്നവും വിദ്യാഭ്യാസവും കൊടുത്ത് ആയിരക്കണക്കിന് ശിഷ്യന്മാരാണ് ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഈ ഉമ്മത്ത് ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗത്തിന്റെ കൂടെയും നിന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് സുഹൃത്തുക്കളെ, ഒരിക്കൽ ഡൽഹി നഗരത്തിലൂടെ വന്ദ്യരായ ഉസ്താദ് അവരുടെ കൂടെ ഒരിക്കൽ ഇങ്ങനെ യാത്ര ചെയ്യേണ്ടി വന്നു. ഡൽഹി ജുമാ മസ്ജിദിന്റെ ഇടതുഭാഗത്തെ ഗല്ലിയിലൂടെ വന്ദ്യരായ ഉസ്താദ് അവർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ആ ഗല്ലിയുടെ പരിസരത്തുള്ള ചില ഹോട്ടലുകളുടെ മുന്നിൽ പാവപ്പെട്ട വളരെ ദരിദ്രരായ ചില മനുഷ്യ കോലങ്ങൾ